പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ജോൺ പോൾ പാപ്പ പഠിപ്പിക്കുന്നു, സഭയുടെ പരമപ്രധാന ദൗത്യം വിശുദ്ധിയിലുള്ള പരിശീലനമാണ്. പ്രാർത്ഥനയാകുന്ന കലയിലാണ് ക്രിസ്തീയ ജീവിതം മറ്റെല്ലാറ്റിൽ നിന്നും വ്യത്യസ്തവും വ്യതിരിക്തവുമാകുന്നത്. അതിന് ഏറ്റവും ഫലപ്രദമായ വഴി ജപമാല പ്രാർത്ഥനയാണ്. ആധുനിക കാലഘട്ടത്തിലെ അൽമായരുടെ അപ്പസ്തോലനെന്ന് വിശുദ്ധ ജോൺ പോൾ പാപ്പ പേര് വിളിച്ച വിശുദ്ധ ജോസ് മരിയ പറയുന്നു, വലിയവരായി തീരാനുള്ള രഹസ്യം ജപമാലയാണ്. ജപമാല പ്രാർത്ഥിക്കുന്നതും വലിയ വിശുദ്ധിയും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വിവരിക്കുന്നു. വലിയവനായി തീരാൻ ചെറിയവനാകുക, ചെറിയവരായി തീരാൻ കുഞ്ഞുങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങൾ തങ്ങളെ തന്നെ വിട്ടു നൽകുന്നത് പോലെ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുക, പൈതങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ അവളെ അറിയുക, അവളെ അറിയാൻ അവളുടെ ജപമാല ഭക്തിയോടെ ചൊല്ലുക. ദൈവമക്കളെ, യഥാർത്ഥ വിശുദ്ധിയുടെ ലാളിത്യമാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്ന് നടക്കുന്നത് നാം കാണുന്നു. വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ യേശുവിന് മുമ്പിൽ അവൾ ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ഓരോ പ്രാവശ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ സ്വജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, ലോകത്തിലേക്ക്, ഇന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും ക്ഷണിക്കുകയാണ് നാം ചെയ്യുന്നത്. പരിശുദ്ധ മറിയം യേശുവിന് മുമ്പിൽ നമുക്കായി മധ്യസ്ഥം വഹിക്കും. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മയെ കേട്ട് മകൻ നമ്മുടെ കുറവുകളെ നിറവുകളാക്കി നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കും. ദൈവമക്കളെ, ജപമാല ധാരാളമായി ചൊല്ലി പ്രാർത്ഥിച്ച് സ്വർഗീയ യാത്രയെ സുരക്ഷിതമാക്കാം, സ്വർഗത്തിലെത്തിച്ചേരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.